എല്ലാവരും പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. കാരണം എപ്പോഴും എൻ്റെ ജീവിതം എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം ഞാൻ ചെയ്യുന്ന ജോലിയും എൻ്റെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന എല്ലാവരും ഫുള്ളി എൻ്റർടൈൻഡ് ആണ്, ഞാൻ എൻ്റർടൈൻമെൻ്റ് ആണ്, അങ്ങനെയുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലി തന്നെ ആയിരിക്കാം. ജോലി എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു ജോലി ആയതുകൊണ്ട് എന്നെ സ്ട്രെസ് ആക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ എൻ്റർടൈനറായി മാറിയതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അത് പറഞ്ഞ പോലെ അത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് പോകുന്നതല്ലേ. നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജോലിക്ക് അത് സ്ട്രെസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ജോലി തന്നെയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പലരും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താ പറയുക, അവർക്ക് ആ ജോലി ശരിക്കും ഇഷ്ടമല്ല. പല കേസുകളും അങ്ങനെ അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം, അവരുടെ സെക്യൂർഡ് ആവാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ നമ്മൾ എപ്പോഴും ജോലി എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എൻ്റർടൈനർ ആയിരിക്കണം. അത് നമുക്ക് പൈസയെക്കാട്ടി കൂടുതൽ നമുക്ക് സ്ട്രെസ് റിലീഫർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ടൈം ഉത്സവ പറമ്പിൽ